അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് മാർട്ടിൻ വികസനോന്മുഖമായ ജോർജ് കാര്യങ്ങളെ നമുക്കൊപ്പം രാഷ്ട്രീയപരമായി ചേർന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഈ ഒരു വിഷയത്തിൽ ഇത് 2015 അന്ന് CPM തള്ളി പറഞ്ഞതായിരുന്നു. ഈ വിഷയത്തിൽ ഇങ്ങനെ, അതായത് പാർട്ടിക്ക് ബന്ധമില്ല, ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നടക്കം ഇങ്ങനെയൊരു തള്ളി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടതാണ് ഇതൊരു രക്തസാക്ഷി ദിനാചരണം നടത്തുന്നു. ഇപ്പോൾ രക്തസാക്ഷി മന്ദിരം കൂടി നിർമ്മിക്കുന്നു. അതിന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇത് CPM-ന്റെ സ്ഥിരം സമീപനമാണിത്. CPM ഇത്തരക്കാർക്ക് സ്മാരകങ്ങൾ, രക്തസാക്ഷി മണ്ഡപങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ CPM പറയും ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള, ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും പിന്നീട് അവർക്ക് ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. കാരണം CPM നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരം ബോംബ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ആ ബോംബ് നിർമ്മാണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം CPM നേതൃത്വത്തിന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം കൊടുത്ത് സ്മാരകങ്ങൾ നിർമ്മിച്ചില്ല എങ്കിൽ ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണം. അവരുടെ കുടുംബത്തെ പാർട്ടി സഹായിക്കും. അവരുടെ കല്യാണം അവരുടെ ബന്ധുക്കളുടെ മറ്റ് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അത് അവരുടെ ഫാമിലിയെ സംരക്ഷിക്കും. ഇത് ചെയ്യാം എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത്തരം നിർമ്മാണ പ്രക്രിയക്ക് CPM നേതൃത്വം ഇത്തരം ആൾക്കാരെ അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും അവരത് ചെയ്തിരിക്കണം. ചെയ്തില്ല എങ്കിൽ CPM നേതൃത്വത്തിനെതിരെ അവർ തിരിയും. അതൊരു സംശയമില്ല. ഇപ്പോൾ പാനൂരിൽ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഒരു മാസം മുമ്പ് നടന്ന ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അവിടെ ബോംബ് വിട്ട് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവര് ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങൾ പുറത്താക്കിയവരാണ്, ഞങ്ങൾ തള്ളിപ്പറഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞു. പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി DYFI ആണ് എന്ന് പറഞ്ഞപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് DYFI ഞങ്ങളുടെ പോഷക സംഘടന അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് CPM-ന് ഒരു കാലത്തും ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ബോംബ് സ്ഫോടനത്തിന്റെ കാര്യത്തിലും ബോംബ് നിർമ്മിക്കുമ്പോൾ മരിക്കുമ്പോഴും ഒക്കെ CPM പറയുന്ന വാക്കുകൾ ഇത് തന്നെയാണ്. എല്ലാ സംഭവത്തിലും CPM പറയുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. TP ചന്ദ്രന്റെ കേസ്, അതുപോലെ തന്നെ ശരത്ലാലിന്റെ കൃപേഷിന്റെ കൊലപാതകം, ഇത്തരം കേസുകളിലൊക്കെ ഞങ്ങളല്ല എന്ന് പറയുകയും അവസാനം വരുമ്പോൾ അവരുടെ നേതൃത്വം തന്നെ പ്രതികളായി വരികയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.